മോദകം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് വറുത്ത ചെറുപരിപ്പ് വേവിച്ചെടുക്കുക, കുഴഞ്ഞു പോകരുത്. അതിന് വേണ്ടി 2.25 ഗ്ലാസ് ശർക്കര, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കി നന്നായിട്ട് അരിച്ചെടുക്കുക. നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുമ്പം അതിലേക്ക് ഒരു ഗ്ലാസ് തേങ്ങയും വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. വലിയ ഫ്ലെയിമിൽ വെച്ച് കുറുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് വറ്റി കിട്ടത്തില്ല. ഇപ്പം ചെറുപരിപ്പ് വേവുമ്പം അത് കുഴഞ്ഞു പോകരുത്. ഇതുപോലെ ഉതിരുതിരായിട്ട് ഇരിക്കുകയും വേണം. ഒന്ന് കുറുകി വരുമ്പം നെയ്യും ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് വെള്ളമയം പിന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അവലും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ കൂട്ട് തണുക്കാനായിട്ട് വെച്ചിട്ട് പൂർണ്ണം ചെറിയ ഉരുളകളാക്കി ഉരുട്ടി വയ്ക്കുക. ഇപ്പോൾ വെള്ളമയം ഒട്ടുമില്ല. ഇതിനു വേണ്ടി ഗോതമ്പ് മാവ്, പൂരി പോലത്തെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കനമില്ലാത്ത പൂരിയായിട്ട് പരത്തിയെടുക്കുക. പൊടി തൊടണ്ട അതിൽ പരത്താനായിട്ട്. അതിൻ്റെ നടുക്ക് പൂർണ്ണം വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് ഒരു പൂ പോലെ ആക്കി വയ്ക്കുക. ഇനി എണ്ണ ചൂടാക്കി, മീഡിയം ചൂട് മതി എണ്ണയ്ക്ക്. അതിലേക്ക് മോദകങ്ങൾ ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ച് പൊരിച്ചെടുക്കുക. നല്ല ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റി വയ്ക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള മോദകം ഇതുപോലെ തയ്യാറാക്കി നോക്കുക. വളരെ സ്വാദിഷ്ടമായ ചെറുപരിപ്പ് ചേർത്തിട്ടുള്ള ഈ മോദകം എല്ലാവരും തയ്യാറാക്കി നോക്കുക.